പൊലിയംതുരുത്ത് ഇക്കോ ടൂറിസം വില്ലേജുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി ചന്ദ്രഗിരി ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി. ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ വസ്തുതാപരമായ പിശകുണ്ടെന്നും സർക്കാർ നിഷ്കർഷിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചും നിയമാനുസൃതമായുമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. Gold and diamonds, Kerala and Karnataka, the glow of purity. സഹകരണ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സംരംഭത്തിന് സർക്കാരിൽ നിന്ന് ഇന്നേവരെ ₹1 ധനസഹായവും ലഭിച്ചിട്ടില്ലെന്നും പൂർണ്ണമായും അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച ഓഹരി മൂലധനം ഉപയോഗിച്ചാണ് പദ്ധതി ആരംഭിച്ചതും വികസിപ്പിച്ചതുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ സൊസൈറ്റിയിൽ 486 അംഗങ്ങളാണുള്ളത്. പ്രവാസികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് അംഗങ്ങളെന്നും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നതെന്നും അവർ വ്യക്തമാക്കി. പരിസര മലിനീകരണത്തിൻ്റെ അനുമതി ഇല്ല എന്നാണ് അതിലേറ്റവും വന്ന് പറഞ്ഞത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ഞങ്ങളുടെ സമയത്തുണ്ട്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് എടുത്ത് പരിശോധിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലോ. ഈ അനുമതിയുണ്ട്. ഈ അനുമതി ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അത് ഉണ്ട്. മൂന്നാമത്തത് ഇലക്ട്രിസിറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന ഓഫീസ് ഓഫ് ദി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അവരുടെ അനുമതിയുണ്ട്. അതും വേണമെങ്കിൽ സഡൻ പൂട്ടാൻ വേണ്ടി കഴിയുന്നതാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അനുമതിയുണ്ട്. ഞങ്ങൾ സ്വന്തമായിട്ട് ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അവിടെ ഈ പ്രോജക്റ്റ് നടക്കുന്നത്. ഇനി എന്താണ് അനുമതി വേണ്ടത്? ഫയറിൻ്റെ ആണ്. വേണ്ടാത്ത അനുമതി ഞങ്ങൾ തരണം എന്ന് ഞങ്ങൾക്ക് വാശി പിടിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. ഫയറിൻ്റെ അനുമതിക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്തു. ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഉൾപ്പെടെ അറിയാം. ഈ അനുമതി കൊടുത്തു. അനുമതി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ലെറ്റർ തന്നു. ഇത് മൾട്ടിപ്പിൾ ബിൽഡിംഗ് അല്ല, ഒരു നിലയിൽ മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ്. ഗ്രൗണ്ട് ഫ്ലോറും ഒന്നിനും തമ്മിൽ ഇത്രയധികം ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് സാങ്കേതിക അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഞങ്ങളുടെ NOC വേണ്ട. ഞങ്ങൾക്ക് ലെറ്റർ വരികയാണ് പലപ്പോഴത്തും. ഒരു ഭരണസാധനം ഉപയോഗിച്ചുകൊണ്ടല്ല കേട്ടോ. ഇനിയിപ്പം ഏതെങ്കിലും മന്ത്രി വിളിച്ച് ഒന്നല്ല, നിയമപരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ചന്ദ്രഗിരി ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് സിജി മാത്യു, BK നാരായണൻ, V വിജയൻ, K നാസർ, സെക്രട്ടറി ലിഗേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.